അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. അൽഹംദുലില്ലാഹ്. പ്രിയരെ, നമ്മൾ നിലകൊള്ളുന്നത് മുഹറം മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച പകലിലാണല്ലേ. നമുക്കറിയാം, പുതുവർഷം നമ്മളിലേക്ക് ആഗതമായിട്ട് ആദ്യ മാസമാണ് മുഹറം. അതിലെ ആദ്യ വെള്ളിയാഴ്ച പകലാണ്. എന്തുകൊണ്ടും വളരെയധികം ശ്രേഷ്ഠതയേറിയ സമയങ്ങളാണ് നമ്മളിൽ നിന്ന് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പടച്ച റബ്ബിൻ്റെ മുമ്പിൽ നമ്മുടെ പ്രയാസങ്ങൾ പറഞ്ഞ് ദുഃഖങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട സമയങ്ങൾ. അത് മുഖാന്തരം പടച്ച റബ്ബ് ആ ദുആക്ക് വളരെയധികം കബൂലിയത്തിട്ട് തരുന്ന വളരെ സ്പെഷ്യലായിട്ടുള്ള ടൈംസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓൻ്റെ ഉത്തമ ഇബാദുകളിൽ അടിമകളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഓന് നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ ഓൻ്റെ കൃപയിലായി ഓൻ്റെ തൃപ്തിയിലായി ഓന് നമ്മളെ ഏൽപ്പിച്ചതുപോലെ ചെയ്യാനുള്ള തൗഫീക്ക് പടച്ച റബ്ബ് നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്താണെങ്കിലും ഈ ഒരു വെള്ളിയാഴ്ചയുടെ ആദ്യ പകൽ നേരത്തെ സൂചിപ്പിച്ചു. ഈ ഒരു വെള്ളിയാഴ്ചയുടെ ആദ്യ പകലിൽ നമുക്കൊരു തീരുമാനം എടുക്കാം. എന്താ തീരുമാനം എന്നറിയോ? ഈ പറയാൻ പോകുന്ന സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കുക എന്നുള്ള തീരുമാനം. നിത്യമാക്കിയാൽ എന്താണ് ഗുണം എന്നായിരിക്കും നിങ്ങളെ മൈൻഡിൽ ഇപ്പോൾ ഇട്ട ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ? ഈ ഒരു സ്വലാത്ത് നിത്യമാക്കിയാൽ നമുക്ക് തീരാത്ത പ്രശ്നങ്ങളില്ല, നമ്മുടെ നടക്കാത്ത ആഗ്രഹങ്ങളില്ല. ആഗ്രഹം നടക്കുന്നു പറഞ്ഞാൽ പോലെ വേഗതയിലാണ് നമ്മുടെ ആഗ്രഹങ്ങൾ പടച്ച റബ്ബ് നടത്തി തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്വലാത്ത് നമ്മുടെ മുൻഗാമികളൊക്കെ അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ട് ജീവിതത്തിൻ്റെ ഒരു പാർട്ടാക്കിയിട്ട് കൊണ്ടു നടന്ന ആളുകളായിരുന്നു. അവർക്കൊക്കെ വലിയ ഫലമായിരുന്നു. അവർക്കൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഓരെന്താ ചെയ്യുക? ആകെ ഡിപ്രസ്ഡ് ആവുകയെ അല്ലെങ്കിൽ സാഡ് ആവുകയെ, പഠിച്ചവൻ എന്താ ഞാൻ കാട്ടുക എന്ന് കുറേ ആലോചിച്ചിരിക്കുകയല്ല. അവർ നേരെ എന്താ ചെയ്യുക? ഈ പറയാൻ പോകുന്ന സ്വലാത്ത് മനസ്സറിഞ്ഞ് അങ്ങോട്ട് ഈ പറയാൻ പോകുന്ന എണ്ണത്തിൽ അങ്ങോട്ട് ചൊല്ലും. അപ്പോൾ അവരുടെ ഉദ്ദേശങ്ങൾ അവരുടെ ആവശ്യങ്ങൾ പടച്ച റബ്ബ് അങ്ങോട്ട് സാധിപ്പിച്ചു കൊടുക്കും. അത് അവരുടെ ഒരു വിശ്വാസമായിരുന്നു. ആ വിശ്വാസത്തിൻ്റെ ഫലമായിരുന്നു പടച്ച റബ്ബ് അവർക്ക് അവരുടെ ദുആക്കുള്ള ഉത്തരം കൊടുത്തിരുന്നതും. അതുകൊണ്ട് നമ്മളും വിശ്വാസത്തോടു കൂടെ യഖീനോടു കൂടെ ഉറപ്പോടു കൂടെ ഈ സ്വലാത്ത് ഇന്ന് മുതൽ ഒരു ഫിക്സഡ് എണ്ണം ചൊല്ലാനും ജീവിതത്തിൽ പകർത്താനും ജീവിതത്തിൽ നിത്യമാക്കാനും നമ്മൾ തയ്യാറാണെങ്കിലേ പടച്ച റബ്ബ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരാനും തയ്യാറാണ്. മനസ്സിലായില്ലേ? കൂടുതൽ ഇങ്ങളെ ഞാൻ എന്താ പറയുക, എക്സൈറ്റഡ് ആക്കുന്നില്ല. സ്വലാത്ത് ഏതെന്ന് പറയാം. പേര് പറഞ്ഞാൽ തന്നെ ഏതാണ് സ്വലാത്ത് നിങ്ങൾക്ക് അറിയാം. സ്വലാത്തുൻ നാരിയ അറിയാത്തവരുണ്ടാവില്ലല്ലോ അല്ലേ? കാരണം വേഗതയിലാണ് ഇതിൻ്റെ ഉത്തരം. അതിൻ്റെ പേരിൽ തന്നെ ഇതിൻ്റെ എന്താ പറയുക ഫലമുണ്ട്. വേഗതയിൽ നമുക്ക് ഉത്തരം കിട്ടും. കടങ്ങളാണോ? പ്രയാസപ്പെടണ്ട. ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് പടച്ചവനോട് ചോദിക്കും. വേഗതയിൽ അതിനുള്ള പരിഹാരം പടച്ച റബ്ബ് കാണിച്ചു തരും. ഇത് ചൊല്ലിയിട്ട് അപ്പം തന്നെ ആകാശത്ത് നിന്ന് മലക്ക് വന്നിട്ട് കടങ്ങൾ വീട്ടും എന്നല്ല ഈ പറയുന്നത്. അതിലേക്കുള്ള വഴികൾ പടച്ച റബ്ബ് നമുക്ക് തുറന്നു തരും. അതിലേക്കുള്ള എളുപ്പ വഴികൾ പടച്ച റബ്ബ് നമുക്ക് മുമ്പിൽ മലർക്കി അങ്ങോട്ട് ഓപ്പണാക്കി തരും. മനസ്സിലായില്ലേ? അതുകൊണ്ട് വിശ്വാസത്തോടു കൂടെ ചൊല്ലിയാൽ, യഖീനോട് കൂടെ ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് ഫലം ഉറപ്പ്. സ്വലാത്തുൻ നാരിയ. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിനില്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ കുറബ് വതുഖ്ലാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിർ റഗായിബ് വഹുസ്നുൽ ഖവാതിമ വയുസ്തസ്കൽ ഗമാമു ബിവജ്ഹിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. ഇതാണ് സ്വലാത്തുൻ നാരിയ. സ്ക്രീനിൽ കാണാൻ കഴിയും. ഒന്നിൽ സ്ക്രീൻഷോട്ട് അടിച്ച് വെക്കുക അല്ലെങ്കിൽ എഴുതി വെക്കുക. ഇത് അറിയാത്തവരുണ്ടാവില്ലല്ലോ അല്ലേ? എന്താണെങ്കിലും ഇതെങ്ങനെ ചൊല്ലേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യുക. എത്രയാണ് നമുക്ക് കഴിയുന്നത് അത്ര തവണ നമ്മൾ നിർബന്ധമായിട്ടും എല്ലാ ദിവസവും ചൊല്ലുക. എപ്പോഴെങ്കിലും നമ്മൾ ചൊല്ലിയിട്ട് കാര്യമില്ല മീൻസ് അതുകൊണ്ട് ഗുണമില്ല എന്നല്ല അല്ലെങ്കിൽ ഫലമില്ല എന്നല്ല പറയുന്നത്. പക്ഷേ നിശ്ചയിച്ചൊരെണ്ണം നിത്യമായിട്ട് ചൊല്ലുന്നതിന് വല്ലാത്ത കൂലിയ, വല്ലാത്ത ഫല. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നിത്യമായിട്ട് ചെയ്യുന്ന അമല്, ആ ഒരു കാര്യം അത് അള്ളാഹ്ക്കും അവൻ്റെ ഹബീബിനും ഭയങ്കര ഇഷ്ടമാണ് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഹബീബിൻ്റെ മേലുള്ള ഒരു അമലാണിത്. ഇത് നമ്മൾ നിത്യമാക്കിയിട്ട് ഒരു ഫിക്സഡ് എണ്ണം നമ്മൾ ചൊല്ലുക.
പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേക എണ്ണമാണ് 4444 എന്നുള്ളത്. വളരെയധികം ഗുണങ്ങളുള്ളൊരെണ്ണമാണ്. നമ്മുടെ മുൻഗാമികളൊക്കെ ഇത് ഒരു പ്രശ്നം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, ഒരു ഇടങ്ങേറ് വരുമ്പോൾ അവർ ഈ ഒരു പ്രത്യേക എണ്ണം ചൊല്ലാറുണ്ടായിരുന്നു. അവർക്കതിൻ്റെ ഫലവും ലഭിച്ചിരുന്നു. എന്താണെങ്കിലും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഈ ഒരു ആദ്യ പകൽ മുതൽ നമ്മുടെ ജീവിതത്തിൽ പ്രകാശപൂരിതമാക്കാൻ ഏറ്റവും അടിപൊളി അമല് എന്നുള്ളത് സ്വലാത്താണ്. ആ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു സ്വലാത്താണ് സ്വലാത്തുന്നാരിയ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.